ഈ ഒരു വീഡിയോ മുഴുവനായി കാണാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. നാച്ചുറൽ ആയതുകൊണ്ട് മാത്രം ഒരു കാര്യം നല്ലതാവണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് ഒരു കാര്യം മോശമാകണമെന്നുമില്ല. നാച്ചുറൽ പ്രൊഡക്ട്സിനോടുള്ള ഒബ്സഷൻ കുറച്ചു കാലങ്ങളായി വലിയ തോതിൽ വളർന്നിരിക്കുകയാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളും പല ഭക്ഷണങ്ങളും മാർക്കറ്റ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ഓർഗാനിക്, നാച്ചുറൽ എന്നുള്ള കീവേഡുകൾ പല പ്രൊഡക്ട്സിന്റെയും ലേബലുകളിൽ കൊടുത്തില്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് വിറ്റുപോകാത്ത അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ നാച്ചുറൽ പ്രൊഡക്ട്സ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു മിത്ത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നാച്ചുറൽ ആണ് നല്ലത് എന്ന തെറ്റിദ്ധാരണ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടുഡേ വി ആർ ബ്രേക്കിംഗ് ദ മിത്ത് ഓഫ് നാച്ചുറൽ പ്രൊഡക്ട്സ്. ആദ്യം തന്നെ എന്താണ് നാച്ചുറൽ വസ്തു, എന്താണ് ആർട്ടിഫിഷ്യൽ വസ്തു എന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കാം. നാച്ചുറലിനെയും ആർട്ടിഫിഷ്യലിനെയും വേർതിരിക്കുന്ന പ്രധാന ഘടകം മനുഷ്യന്റെ ഇൻവോൾവ്മെന്റ് ആണ്. മനുഷ്യന്റെ സ്വാധീനമില്ലാതെ പ്രകൃതിയിൽ കണ്ടുവരുന്ന സാധനങ്ങളെ നമുക്ക് നാച്ചുറൽ എന്ന് വിളിക്കാം. മൃഗങ്ങളും ചെടികളും മരങ്ങളും മറ്റു ജീവജാലങ്ങളും എല്ലാം പ്രകൃതിയുടെ ഭാഗമായിട്ട് വരും. നേരെ മറിച്ച് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളെ നമ്മൾ ആർട്ടിഫിഷ്യൽ എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ മേശ, കസര, വീട് തുടങ്ങി ലാബുകളിൽ സിന്തസൈസ് ചെയ്യുന്ന കെമിക്കലുകൾ വരെ മനുഷ്യനിർമ്മിതമായ വസ്തുക്കളുടെ വിഭാഗത്തിൽ വരും. ഈ ഒരു ഡെഫിനിഷൻ കുറച്ച് കുഴപ്പം പിടിച്ച ഡെഫിനിഷനാണ്. ഇത് എല്ലായ്പ്പോഴും ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് കൃഷി അഥവാ അഗ്രികൾച്ചർ എന്നൊരു കൺസെപ്റ്റ് എടുക്കുക. ഒരു നിശ്ചിത ഭൂമിയെ മനുഷ്യൻ തന്നെ രൂപമാറ്റം കൊണ്ടുവന്ന് മനുഷ്യന് വേണ്ട വിളകൾ മാത്രം തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഗ്രികൾച്ചർ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ കൂടി ചില അഗ്രികൾച്ചറിനെ നമ്മൾ നാച്ചുറൽ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് ഓർഗാനിക് ഫാമിംഗ്. ഇതേപോലത്തെ പല കേസുകളിലും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നാച്ചുറൽ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ഡെഫിനിഷൻ മതിയാകാതെ വരും. എന്തായാലും നാച്ചുറൽ വസ്തുക്കളോടുള്ള നമ്മുടെ ഒബ്സഷൻ മനസ്സിലാക്കാൻ ഈ ഒരു ഡെഫിനിഷന്റെ ആവശ്യമില്ല. നാച്ചുറൽ, ആർട്ടിഫിഷ്യൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ കൂടുതൽ റെലവെന്റ് ആയിട്ട് വരുന്നത്. നാച്ചുറൽ ആണ് നല്ലത്, മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ മോശമാണ് എന്ന വിശ്വാസം അടിസ്ഥാനപരമായ ഒരു ന്യായവൈകല്യമാണ്. ഇതിനെ നമുക്ക് നാച്ചുറലിസ്റ്റിക് ഫാലസി എന്ന് വിളിക്കാം. നാച്ചുറലിസ്റ്റിക് ഫാലസി മനുഷ്യന്റെ ഓരോ തീരുമാനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവൻ ഉപയോഗിക്കുന്ന സോപ്പ്, ഷാംപൂ, ഫേസ് വാഷ് തുടങ്ങി അവൻ ധരിക്കുന്ന വസ്ത്രങ്ങളും അവൻ കഴിക്കുന്ന മരുന്നുകളെ വരെ സ്വാധീനിക്കാൻ നാച്ചുറലിസ്റ്റിക് ഫാലസിക്ക് സാധിക്കും. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് വേർതിരിച്ചെടുക്കുന്ന കെമിക്കലുകൾ നല്ലതാണ്, ഇത് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കാത്തതാണ്, പ്രകൃതിയിൽ നടക്കുന്നതാണ് ശരിയായ കാര്യങ്ങൾ എന്നീ ചിന്തകളെല്ലാം നാച്ചുറലിസ്റ്റിക് ഫാലസിയുടെ പ്രൊഡക്റ്റ് ആണ്. വേപ്പിന്റെയും ചെമ്പരത്തിയുടെയും ഒക്കെ ഇല ചേർത്ത് തിളപ്പിച്ച് ഞാനൊരു എണ്ണയുണ്ടാക്കി വിൽക്കാൻ ശ്രമിച്ചാൽ നാച്ചുറൽ ആയതുകൊണ്ട് അത് വാങ്ങാൻ കുറെ ആളുകൾ ഓടിക്കൂടും. ഈ എണ്ണയിലുള്ള അതേ കെമിക്കൽ കോമ്പൗണ്ടുകൾ ഞാനൊരു ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്ത് അത് വിൽക്കാൻ ശ്രമിച്ചാൽ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ് ആളുകൾ ഭയപ്പെടും. ബേസിക്കലി ഈ പ്രൊഡക്റ്റിന്റെ ഉള്ളിൽ എന്ത് കെമിക്കലാണ് ഉള്ളത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഏത് സോഴ്സിൽ നിന്നാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടായത് എന്ന ചോദ്യമാണ് പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്. ഇവിടെയാണ് ഈ ന്യായവൈകല്യം തുടങ്ങുന്നത്. മറ്റൊരു ഉദാഹരണത്തിന് വെള്ളം എന്ന ലിക്വിഡ് നിങ്ങൾ എടുക്കുക. വെള്ളം ലാബിൽ ഉണ്ടാക്കിയാലും പ്രകൃതിയിൽ നിന്നെടുത്താലും കെമിക്കലി ഇത് ഒന്ന് തന്നെയാണ്. ലാബിൽ ഉണ്ടാക്കിയ വെള്ളത്തിനോട് ഒരു ഭയവും പ്രകൃതിദത്തമായി കിട്ടുന്ന വെള്ളത്തോട് ഒരു ആകർഷണതയും തോന്നേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് വാസ്തവമെങ്കിലും ചില സമയങ്ങളിലെങ്കിലും മനുഷ്യർക്ക് പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സാധനങ്ങൾക്ക് എന്തോ എക്സ്ട്രാ മൂല്യമുണ്ടെന്നുള്ള ഒരു തോന്നലുണ്ട്. മനുഷ്യനുണ്ടായ കാലം മുതൽ നമുക്ക് വേണ്ട രീതിയിൽ പ്രകൃതിയെ ഉപയോഗിക്കാറുണ്ട്. ആവശ്യമുള്ളതിനെ സ്വീകരിച്ചും ആവശ്യമില്ലാത്തതിനെ തള്ളിക്കളഞ്ഞുമാണ് നമ്മൾ ഇതുവരെ എത്തിയത്. പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കാറുണ്ട്. അതേ രീതിയിൽ തന്നെ പ്രകൃതിയിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തള്ളിക്കളയാറുമുണ്ട്. ലൈംഗിക പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ കോണ്ടം ഉപയോഗിക്കുന്നത് അൺനാച്ചുറൽ ആയ ഒരു കാര്യമാണ്. ഇത് പ്രകൃതിയിൽ നടക്കാത്തൊരു കാര്യമാണ്. പക്ഷെ മനുഷ്യൻ ഇവിടെ പ്രകൃതിയല്ല ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്നത്. പ്രകൃതി ഒരിക്കലും ഒരു യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് അല്ല. പ്രകൃതിദത്തമായ വസ്തുക്കൾ എല്ലായ്പ്പോഴും മികച്ചതാകണമെന്നുമില്ല. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഷവും ലാബിൽ ഉണ്ടാക്കുന്ന വിഷവും വിഷം തന്നെയാണ്. ശരീരത്തിൽ ചെന്നാൽ ഒരേ ഫലം തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ പ്രൊഡക്ട്സും ഇത് തന്നെയാണ്. ആ പ്രൊഡക്ട്സിന്റെ സോഴ്സ് അല്ല ഇമ്പോർട്ടന്റ്, അതിന്റെ കെമിക്കൽ സ്ട്രക്ചർ ആണ്. പിന്നെ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മനുഷ്യനിർമ്മിതമായ കെമിക്കൽസിനോട് ഇത്രയും പേടി വരാൻ കാരണം? ഇതിനെ നമുക്ക് കീമോഫോബിയ എന്ന് വിളിക്കാം. മനുഷ്യനിർമ്മിതമായ കെമിക്കലുകളോടുള്ള അമിതമായ ഭയമാണ് കീമോഫോബിയ. പ്രകൃതിദത്തമായ പ്രൊഡക്റ്റ് ആയാലും ആർട്ടിഫിഷ്യൽ ആയ പ്രൊഡക്റ്റ് ആയാലും ഒരു കെമിക്കലിനെ ദോഷകരമാക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റിയാണ്. ഏതൊരു കെമിക്കൽ കോമ്പൗണ്ടും ശരീരത്തിലേക്ക് എത്ര അളവിൽ ചെന്നിട്ടുണ്ട്, എത്ര തവണ ചെന്നിട്ടുണ്ട് എന്നീ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ദോഷകരമായി കാണുന്നത്. ഈ തോതിൽ വ്യതിയാനം വന്നാൽ അത് നാച്ചുറൽ പ്രൊഡക്റ്റ് ആയാലും ശരി, ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റ് ആയാലും ശരി, ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ഓരോ കെമിക്കൽ കോമ്പൗണ്ടും മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന രാസപ്രവർത്തനങ്ങളെ പറ്റി പഠിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെയാണ് നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ ഒരു വലിയ പോരായ്മ വരുന്നത്. കെമിക്കലി സിന്തസൈസ് ചെയ്യുന്ന കോമ്പൗണ്ടുകളെ വേർതിരിച്ചെടുത്ത് പഠനങ്ങൾ നടത്തുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ മറിച്ച് പലരും നാച്ചുറൽ എന്ന പേരിൽ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും യാതൊരുവിധ ഗവേഷണത്തിനും വിധേയമാക്കാതെയാണ് മാർക്കറ്റിൽ എത്തുന്നത്.
പലരും ഉപയോഗിക്കുന്ന ആയുർവേദിക് പ്രൊഡക്ട്സിന്റെ ഒക്കെ കണ്ടന്റ് എന്താണെന്നോ ഇതിന്റെ സൈഡ് എഫക്റ്റുകൾ എന്താണെന്നോ ആർക്കും അറിയില്ല. ലിവർ ഡോക്ക് എന്ന പേരിൽ പ്രസിദ്ധനായ ഡോക്ടർ അബി ഫിലിപ്സ് ഇത്തരം ആയുർവേദ പ്രൊഡക്ട്സിന്റെ ദോഷങ്ങളെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പല പഠനങ്ങളും ആയുർവേദിക് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കാണിക്കുന്നുമുണ്ട്. ട്രഡീഷൻ, നാച്ചുറൽ, ഓർഗാനിക് എന്ന പേരൊക്കെ കൂട്ടിക്കൊഴിച്ച് വിൽക്കാൻ ശ്രമിക്കുന്ന പലതിനെയും സംശയത്തോടു കൂടി മാത്രം സ്വീകരിക്കുക. പ്രത്യേകിച്ച് ആയുഷ് മിനിസ്ട്രി പോലുള്ള കപട ചികിത്സകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാർ നിലനിൽക്കുന്ന രാജ്യത്ത് നമ്മൾ പല മുൻകരുതലുകളും എടുക്കേണ്ടത് അനിവാര്യമാണ്. പതാഞ്ജലിയും ഹിമാലയയും പച്ച കളറുള്ള ലേബലുകൾ പ്രിന്റ് ചെയ്തു വെച്ച് നാച്ചുറൽ എന്ന് എഴുതി വെച്ച് വിറ്റതുകൊണ്ട് മാത്രം ഒരു കാര്യം നല്ലതാകണമെന്നില്ല. ആയുർവേദം പ്രകൃതിദത്തമായതുകൊണ്ട് മികച്ചതാകണമെന്നുമില്ല. ഏതൊരു കെമിക്കൽ കോമ്പൗണ്ടും മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. ഈ ഇഫക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും കാണിക്കും, കെമിക്കലി സിന്തസൈസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളും കാണിക്കും. മനുഷ്യനിർമ്മിതമായ കെമിക്കലുകളോടുള്ള ഭയം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അനുയോജ്യമല്ലാത്ത അളവിൽ പല കോമ്പൗണ്ടുകളും മിക്സ് ചെയ്ത് ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ പല പ്രൊഡക്റ്റുകളും പല കമ്പനികളും ഇറക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇതേ ഔചിത്യം പലരും നാച്ചുറൽ പ്രൊഡക്റ്റുകൾ സ്വീകരിക്കുമ്പോൾ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരുപാട് വർഷങ്ങളായി ഗവേഷണത്തിന് വിധേയമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ സേഫ് എന്ന് കൺസിഡർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിച്ച് ശീലപ്പെടുത്തുക. ഏതൊരു പ്രൊഡക്റ്റും സ്ഥിരമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന്റെ ഇൻഗ്രീഡിയൻസും കെമിക്കൽസിനെ പറ്റിയും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. പൂക്കളും പുഴകളും നിറഞ്ഞ മനോഹരമായ പ്രകൃതിയുടെ മറ്റൊരു മുഖമാണ് ഭൂമികുലുക്കവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. നാച്ചുറൽ പ്രൊഡക്ട്സിന്റെ അവസ്ഥയും ഇതേപോലെ തന്നെയാണ്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സോഴ്സ് അല്ല പ്രധാനം, അതിലടങ്ങിയിരിക്കുന്ന കെമിക്കലാണ്. നിങ്ങളെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടി പല കമ്പനികളും ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് ടാക്ടിക്സിൽ വീഴാതിരിക്കുക. നാച്ചുറൽ അല്ല നല്ലത് എന്ന് മാത്രമല്ല, ചില സമയത്ത് നാച്ചുറൽ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരം കൂടിയാണ്.